ഫാദർ ജോസഫ് പയ്യപ്പള്ളി എന്നിവരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വാർഡിന്റെ കൗൺസിലർ ശ്രീമതി ഫെനി എബിൻ വെള്ളാനിക്കാരനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തീഡ്രൽ ഇടവകയുടെ ട്രസ്റ്റി ശ്രീ തിമോസ് പാറേക്കാടൻ അവരുടെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. KLF നിർമ്മൽ ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സണ്ണി ഫ്രാൻസിസ് കണ്ടംകുളത്തിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തീഡ്രൽ CLC സംസ്ഥാന CLC ജനറൽ സെക്രട്ടറി ശ്രീ ഷോബി കെ പോൾ, സീനിയർ CLC പ്രസിഡന്റ് ശ്രീ നെൽസൺ KP എന്നിവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. JP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ JP ബിനോയ് അവരുടെയും ഭാര്യയെയും ഏറ്റവും സ്നേഹത്തോടു കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് കത്തീഡ്രൽ പ്രൊഫഷണൽ CLCയുടെ പ്രസിഡന്റ് ശ്രീ OS ടോമി അവരുടെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് മൗന പ്രാർത്ഥന. കത്തീഡ്രൽ പ്രൊഫഷണൽ CLC, സീനിയർ ജൂനിയർ CLCയുടെ സഹകരണത്തോടെ 17ാമത് മെഗാ സൂപ്പർ ഹൈടെക് പ്രൊഫഷണൽ കരോൾ മത്സര ഘോഷയാത്രയുടെ ഈ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ലാസറച്ച, ഇന്ന് ഈ സമ്മാനദാനം നിർവഹിക്കുവാനും ക്രിസ്മസ് സന്ദേശം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന അഭിമന്യ പോളി പിതാവേ, ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ഇരിഞ്ഞാലക്കുട രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞൂർ വിൽസൺ ഈരത്തറച്ച, ഈ വാർഡ് കൗൺസിലർ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, കത്തീഡ്രൽ ട്രസ്റ്റി ശ്രീ തിമോസ് പാറേക്കാടൻ, ഇന്നത്തെ ഈ കരോൾ മത്സരം സ്പോൺസർ ചെയ്തിരിക്കുന്ന ശ്രീ, മറ്റ് ഇടവകളിൽ നിന്ന് വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, പങ്കെടുത്തവരെ, ഇടവക ജനങ്ങളെ, ബഹുമാനപ്പെട്ട CLC അംഗങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 17ാമത് പ്രൊഫഷണൽ സൂപ്പർ മെഗാ ഹൈടെക് ക്രിസ്മസ് കരോൾ മത്സര ഘോഷയാത്രയുടെ സമാപന ഘട്ടമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇതിൻ്റെ വിധികർത്താക്കളെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷം 5 ടീമായിരുന്നു നമ്മുടെ ഈ മത്സരത്തിനുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം വരെ ഏകദേശം 10 ടീമുകളോളം മത്സരത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇരിഞ്ഞാലക്കുടയിലെ പോലീസ് അധികാരികളുടെ നിർബന്ധം മൂലമാണ് കഴിഞ്ഞ വർഷം 5 ടീമിലേക്ക് ഒതുക്കേണ്ടി വന്നത്. വർഷവും അങ്ങനെ തന്നെ നമ്മുടെ റോഡുകളുടെ ബ്ലോക്കും അതൊക്കെ വീണ്ടും അവർ ഈ വർഷം പറഞ്ഞു ഏകദേശം 1000 ആളുകളിൽ കൂടുതൽ ഘോഷയാത്രയിൽ പങ്കെടുക്കരുതെന്ന്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വർഷവും 5 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മത്സരം നടത്തുവാനായിട്ട് ആരംഭിച്ചത്. നിർഭാഗ്യവശാൽ ഒരു ടീം പങ്കെടുത്തില്ല. മറ്റ് 4 ടീമുകളും ഇവിടെ മനോഹരമായ ഡിസ്പ്ലേയോടുകൂടി
ഈ മത്സരം ഇവിടെ എത്തിച്ചേർന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗത്തില് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പെരിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഡോക്ടർ ലാസർ കുറ്റിക്കാണ്ടച്ചനാണ്. എല്ലാ വർഷത്തിലും ടീമുകളുടെ എണ്ണം കുറഞ്ഞാലും എല്ലാ വർഷത്തേക്കാളും ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഈ വർഷം ഈ കരോൾ മത്സരം ഭംഗിയാക്കുവാനായിട്ട് ഇവിടുത്തെ ഇടവക ജനങ്ങളും അതുപോലെ തന്നെ മറ്റിടകളിൽ നിന്ന് വന്നവരൊക്കെ സഹകരിച്ചു. അതിൻ്റെയൊക്കെ വിജയം പെരിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. ആ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ CLC അംഗങ്ങൾ വളരെ മനോഹരമായിട്ട് ഈ മത്സര ഘോഷയാത്ര സംഘടിപ്പിക്കുവാനായിട്ട് തുനിഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇത് ഇത്രയും മനോഹരമായത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ കത്തീഡ്രൽ CLCയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഞാൻ ആത്മാർത്ഥമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ സമ്മേളനത്തിലെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനും സമ്മാനദാനം നടത്തുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അഭിമന്യ പിതാവാണ്. പിതാവ് ഔദ്യോഗികമായിട്ട് നമ്മുടെ രൂപതയുടെ വിഷ്ണു മുതൽ ഈ സംഘടനയുമായിട്ട് വളരെ അടുത്ത് ബന്ധം ഞങ്ങൾ പുലർത്തിയിട്ടുണ്ട്. അന്നു മുതൽ ഈ സമ്മേളനത്തിൽ വരികയും സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളത് അഭിമന്യ പിതാവാണ്. വേറെ യാതൊരു വക ഔപചാരികതയും കൂടാതെ അഭിമന്യ പിതാവിനെ CLCയുടെ പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ രൂപതയുടെ വികാരി ജനറൽ വിൻസെന്റ് ഈരത്തറച്ചൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛനും നമുക്കറിയാം, അച്ഛൻ VG ആവുന്നതിന് മുന്നേ തന്നെ CLCയുമായിട്ടൊക്കെ വളരെ ബന്ധം പുലർത്തിയിട്ടുള്ള അച്ഛനാണ്. അച്ഛനെയും ഞാൻ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടു കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വാർഡിന്റെ കൗൺസിലർ ശ്രീമതി ഫെനി എബിൻ പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഞങ്ങൾക്ക് വേണ്ട അതുപോലെ തന്നെ വേണ്ട സഹകരണവും തന്നുകൊണ്ട് ഇരിക്കുന്നൊരു വ്യക്തിയാണ്. ഫെനി എബിൻ വെള്ളാനിക്കാരനെ ഈ യോഗത്തിലേക്ക് സംഘടനയുടെ പേരിലും നിങ്ങളെല്ലാവരുടെയും പേരിലും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഹാലിറ്റച്ചനാണ്. സംഘടനയുടെ ചുമതല ബഹുമാനപ്പെട്ട വികാരിച്ചൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഹാലിറ്റച്ചനെയാണ്. അച്ഛനും വന്നന്നു മുതൽ തന്നെ ഈ CLC പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛനെയും ഞാൻ ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതിൻ്റെ മുഖ്യ പ്രായോജകര് ബിനോയ് പൊയിലപ്പറമ്പിലാണ്. JP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബിനോയ് പൊയിലപ്പറമ്പൻ. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ കത്തീഡ്രൽ ട്രസ്റ്റി ശ്രീ തിമോസ് പാറേക്കാടൻ, അദ്ദേഹവും അന്ന് ഈ കൈക്കാരനായ മുതൽ തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സഹകരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സഹായങ്ങൾ ഒക്കെ നൽകി വരുന്ന അദ്ദേഹത്തെയും കത്തീഡ്രൽ CLCയുടെ പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ജനറൽ കൺവീനർ ശ്രീ ഡേവിസ് പടിഞ്ഞാറക്കാരൻ, സീനിയർ CLC പ്രസിഡന്റ് ശ്രീ നെൽസൺ, ജൂനിയർ CLC പ്രസിഡന്റ് ശ്രീ ആഷ്ലിൻ എന്നിവരെയും ഔപചാരികയുടെ പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ ഇടവകളിൽ നിന്ന് വന്ന അച്ഛന്മാരെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഇടവകയിലെ കൊച്ചച്ഛന്മാരായിരുന്നു. CLCയുമായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുള്ള അച്ഛന്മാരാണ്. അതോടൊപ്പം തന്നെ പരിയാരംപള്ളിയിൽ നിന്ന് കൂനച്ചൻ ഈ ഇടവക്കാരനായിരുന്നു. അവരുടെയൊക്കെ സഹകരണമാണ് ഈ ഇത്രയും മനോഹരമായിട്ട് ഇത് വിജയിപ്പിക്കുവാനായിട്ട് സാധിച്ചത്. അവരെയും
അവിടെ നിന്ന് വന്ന ടീം അംഗങ്ങളെയും ഒറ്റവാക്കിൽ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ ഇടവക ഞങ്ങൾക്ക് തരുന്ന സന്തോഷ സഹകരണം ചെറുതല്ല. ഏതൊരു പ്രവർത്തനങ്ങളും ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഏറ്റവും അടുത്ത ദിവസം ഇടവക അംഗങ്ങളുടെ വീട്ടിൽ ചെല്ലും. അതിനുവേണ്ടി സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ എല്ലാവിധ സഹായങ്ങളും അവർ ഞങ്ങൾക്ക് നൽകി വരുന്നുണ്ട്. അവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ ജഡ്ജസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അവരെ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. ഒരു അച്ഛനും കൂടിയുണ്ട്. അദ്ദേഹം ഭോപ്പാലിൽ നിന്നാണ് ഈ മത്സരത്തിന് വേണ്ടി മാർക്കിടാനായിട്ട് എത്തിയിരിക്കുന്നത്. CMI ഫാദറാണ്, ഫാദർ സെബാസ്റ്റ്യൻ. അച്ഛനെയും മറ്റ് ജഡ്ജസിനെയും കാട്ടൂർ ഇടവകയിലുള്ള സന്ധ്യ ടീച്ചർ, ഇവിടുത്തെ ഇടവക അംഗം AG മിസ്, ഇവരെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഞങ്ങളുടെ CLC പ്രവർത്തകരാണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കാണും. പ്രൊഫഷണൽ CLCയുടെ ആഭിമുഖ്യത്തിൽ ജൂനിയർ CLC, സീനിയർ CLCൻ്റെ ഇവിടെ സഹകരണത്തോടെയാണ് ഇവിടെ ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വിജയങ്ങളും ഇവിടുത്തെ സീനിയർ CLC, ജൂനിയർ CLC ആണ്. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവർ അക്ഷരാർത്ഥത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഈ വർഷം അവർ പുതിയൊരു ഡ്രസ് കോഡിലാണ് സീനിയർ CLC അംഗങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അവരുടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണത്തിന് മുന്നിൽ ഞങ്ങൾ പ്രത്യേകം നമിക്കുന്നു. അവരെയും എല്ലാ അംഗങ്ങളെയും CLC അംഗങ്ങളെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കത്തീഡ്രൽ CLCയുടെ ജോയിന്റ് ഡയറക്ടർ ഫാദർ ഹാരി തുലാമ്പർമൻ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിനന്ദ പിതാവേ, വേദിയിലിരിക്കുന്നതിലെ ഈ വൈകിയ വേളയിൽ ഒരു ആമുഖ പ്രഭാഷണത്തിന് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും മനസ്സിലാക്കുന്നു. ഒരു വാക്ക് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ വലിയ ജനസദസ്സിൻ്റെ മുമ്പിൽ ഈ മെഗാകാരോട് നടത്തണമെന്നൊരു ആശയം പറഞ്ഞപ്പോൾ 2007 മുതൽ കത്തീഡ്രൽ എല്ലാ വർഷവും മെഗാകാരോൾ ഇവിടെ നടത്താറുണ്ട്. പക്ഷേ ഈ തവണ റോഡ് പണിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ വളരെ സുമനസ്സോടുകൂടെ ഞങ്ങളോട് സഹകരിച്ച ചാമക്കുന്ന് പള്ളിയും കൊമ്പത്തുകടവ് പള്ളിയും പരിയാരം പള്ളിയും വെള്ളാങ്കല്ലൂർ പള്ളിയും അവിടെ നിന്ന് വന്ന പ്രായഭേദമെന്നില്ലാതെ എല്ലാ പാർട്ടിസിപ്പൻസിനും ഞങ്ങൾ പ്രത്യേകിച്ച് കത്തീഡ്രൽ CLCയുടെ പേരിൽ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും വളരെ മനോഹരമായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരുക്കത്തിന് ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗത്തിനായി കത്തീഡ്രൽ സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക വികാരി റവറൽ ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടനച്ചിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ പിതാവേ, മോൺസിഞ്ഞോർ വിൽസനച്ച, വാർഡ് കൗൺസിലർ മിസ്സിസ് ബെന്നി, JP ഗ്രൂപ്പ് മിസ്റ്റർ ബിനോയ് ആൻഡ് മിസ്സിസ് ബിനോയ്. ഞാൻ സമയം ചുരുക്കുന്നതിന് വേണ്ടി വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ പരിപാടിയിൽ പങ്കുചേർന്ന വിവിധ ഇടവകളിൽ നിന്ന് എത്തിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, നമുക്കറിയാം ഇരിഞ്ഞാലക്കുട പ്രൊഫഷണൽ CLCയുടെ ആഭിമുഖ്യത്തിൽ സീനിയർ ജൂനിയർ CLCയുടെ സഹകരണത്തോടെ JP ഗ്രൂപ്പിൻ്റെ പ്രത്യേക സാമ്പത്തിക സഹായത്തോടു കൂടി നാം നടത്തിയ ഈ കരോൾ ഘോഷയാത്ര അതിമനോഹരമായിരുന്നു. ഏവർക്കും കണ്ട് ആസ്വദിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഉള്ളൊരവസരം നമ്മുടെ പ്രൊഫഷണൽ CLC ഒരുക്കി എന്നുള്ളതിൽ വലിയ സന്തോഷവും
ഒപ്പം കൃതജ്ഞതയും ഞാൻ CLCയുടെ മുമ്പിൽ വയ്ക്കുകയാണ്. കഴിഞ്ഞ 17 വർഷങ്ങളായി ഇങ്ങനെയുള്ള ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാ വർഷവും തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ഈ ഘോഷയാത്രയോടുകൂടി ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ആഘോഷങ്ങൾ. അതുകൊണ്ടാണ് പള്ളി കോമ്പൗണ്ട് ഇപ്പോൾ തന്നെ ഏറ്റവും മനോഹരമായിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ പങ്കുചേർന്ന ഒരുപാട് കഠിനാധ്വാനം, അത്യധ്വാനം, ഒരുപാട് ദിവസത്തെ പരിശീലനം ആണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുക. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കുറച്ച് ചേട്ടത്തിമാരെയൊക്കെ കാണാനും കൂടി ഒരു അവസരമായി. മാലാഖമാരും അതുപോലെ എല്ലാ പരമ്പരാഗത വസ്ത്രധാരണത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ പ്രൊഫഷണൽ CLC മനോഹരമായിട്ടുള്ള ഒരു വലിയ മൂല്യമുള്ള സമ്മാനമാണ് നൽകിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അധ്വാനത്തിന് തക്ക പ്രതിഫലം ലഭിക്കത്തക്ക വിധത്തിലുള്ള സമ്മാനമാണ്. നിങ്ങൾക്കറിയാം, ഒന്നാം സമ്മാനം 5 ഏഴുകൾ ചേർന്ന ഒരക്കമാണ്. 5 ഏഴുകൾ ഒന്നെണ്ണി നോക്കിയേ. അപ്പം എത്ര വരും? 77,777 രൂപ. അപ്പോൾ അത് നല്ലൊരു സമ്മാനമാണ്, തീർത്തും മോശമല്ല. അതിന് തുല്യമായിട്ടുള്ള മറ്റ് സമ്മാനങ്ങളും അതിൻ്റെ കീഴിലുണ്ട്. ഈ സമ്മാനം, ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കത്തീഡ്രൽ CLC അംഗങ്ങൾ തന്നെയാണ്. അവരെ നമുക്ക് അഭിനന്ദിക്കാം. ഇതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും വലിയൊരു മൂല്യം അവർ കാണുന്നുണ്ട്. ഇത്രയും ജനങ്ങളെ ഒരുമിപ്പിക്കാൻ, സംഘടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു ഈ ഒരു പ്രസ്ഥാനം കൊണ്ട്. അത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിലാണ്, ഉണ്ണീശോയുടെ പേരിലാണ്. ഉണ്ണീശോ നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നത് സ്നേഹത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിട്ടാണ്. സ്നേഹം മനുഷ്യനായാൽ എങ്ങനെയിരിക്കും? അതാണ് ഈശോ. സ്നേഹം മനുഷ്യനായാൽ എങ്ങനെയിരിക്കും? അതാണ് ഈശോ. അപ്പോൾ ഈശോ നമുക്ക് തരുന്ന പാഠം നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാം. അങ്ങനെ ക്രൈസ്തവോചിതമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാ മനുഷ്യരെയും, പ്രകൃതിയിലെ ജീവജാലങ്ങളെയും പ്രകൃതിയിലെ മറ്റു വസ്തുക്കളെയും സ്നേഹിച്ച് നല്ല ഈശോയുടെ മക്കളായിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സർവേശ്വരൻ ഈ ഒരു ആഘോഷം വഴിയായിട്ട് നമുക്ക് ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി അർപ്പിച്ച് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. നമുക്ക് ക്രിസ്തുമസ് സന്ദേശം നൽകുന്നതിനായിട്ട് ഇരിങ്ങാലക്കുട രൂപതയുടെ വികാരി ജനറൽ റവറൽ ഫാദർ ജോയ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വിൻസൻ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പിതാവേ, പ്രിയ നാസ്രച്ച, വേദിയിലെ വിശിഷ്ടാതിഥികളെ, മാതാപിതാക്കളെ, മത്സരാർത്ഥികളെ, ആദ്യമേ തന്നെ എല്ലാവർക്കും ഈശോയുടെ ജന്മ തിരുനാളിൻ്റെ ആശംസകൾ നേരുകയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല. ക്രിസ്മസ് നമ്മുടെ ഈശോയിലേക്കാണ് നമ്മുടെ ഫോക്കസ് പോകേണ്ടത്. കർത്താവാണ് സെൻട്രൽ പോയിൻ്റായിട്ട് വരേണ്ടത്. ഈ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളുടെ ഒരു വാർത്ത ഇതാണ്. ക്രിസ്മസിന് പകരം ഗിഫ്റ്റ് മസ് എന്നുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ തിരുത്തുന്നത്തെ പത്രത്തിൽ അടിച്ചിട്ടുണ്ട്. ക്രിസ്മസ് തന്നെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഈശോയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്രബിന്ദു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്മസിന് എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് അനുഗ്രഹ പ്രഭാഷണത്തിനായി ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണുകാടൻ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹമുള്ള ലാസ്രച്ച, പ്രിയമുള്ള വിൻസനച്ച, പ്രിയമുള്ള ഹാലിറ്റച്ച, വേദിയിലായിരിക്കുന്ന നമ്മളെല്ലാവരും സ്വാഗതം ചെയ്ത COS CJP ബിനോയ്, ഫാദർ ഗ്ലിഡിൻ, ഫാദർ ജോസഫ്, ശ്രീമതി ഫെനി, ശ്രീ തിമോസ്, ശ്രീ സണ്ണി ഫ്രാൻസിസ്, ശ്രീ ഷോബി കെ പോൾ, ശ്രീ നെൽസൺ KP. ഏറ്റവും സ്നേഹമുള്ള വൈദിക സുഹൃത്തുക്കളെ, പ്രിയമുള്ള വിവിധങ്ങളായിട്ടുള്ള ഇടവകളിൽ നിന്നും ഈ മത്സരത്തിൽ പങ്കെടുത്ത് റിസൾട്ട് കാത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കാണികളായിട്ടും അതുപോലെ തന്നെ സഹകരിക്കുന്നവരുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നവരെ, പ്രൊഫഷണൽ CLCയിലെയും യങ് CLCയിലെയും ജൂനിയർ CLCയിലെയും അംഗങ്ങളായിട്ടുള്ളവരെ,
എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ഹൃദ്യമായിട്ട് ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ ഒത്തിരി മംഗളങ്ങൾ നേരുകയാണ്. ഈ ക്രിസ്മസ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസരമായിട്ട് മാറട്ടെ എന്ന് നേരുന്നു. ഈ ഒത്തുകൂടൽ, അതുപോലെ തന്നെ ഈ അലങ്കാരങ്ങൾ, ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ, ഇതെല്ലാം ഈ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രകടനമാണ്. വളരെയേറെ അധ്വാനിച്ചിട്ടാണ് ഈ ആഘോഷങ്ങൾക്ക് ഇവരെല്ലാം ഒരുങ്ങി വന്നിരിക്കുന്നത്. സന്തോഷവും ആനന്ദവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ ത്യാഗവും സഹനവും അധ്വാനവും ഉണ്ടാകണം. അത് വളരെ പ്രകടമാകുകയാണ്. ഇന്ന് ആരംഭിച്ച ഈ ക്രിസ്മസ് കരോൾ ടൗൺ ഹാളിൽ നിന്ന് പുറപ്പെട്ട് ഇവിടം വരെയുള്ള ഈ നേരം ഒരുപാട് പേർക്ക് സന്തോഷം നൽകിയിട്ടുണ്ട്. അതിന് വെള്ളാങ്കല്ലൂർ തുടങ്ങി, അതുപോലെ തന്നെ സേവ്യർ തുടങ്ങി, പരിയാരം തുടങ്ങി, വെള്ളാങ്കല്ലൂർ തുടങ്ങി 4 പള്ളികളും വളരെ മനോഹരമായിട്ട് ഒരുങ്ങി നന്നായിട്ട് അധ്വാനിച്ച് ത്യാഗത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് ഈ ഇരിങ്ങാലക്കുട പട്ടണത്തിലും, ഞാൻ നോക്കിയപ്പോൾ ഇരിങ്ങാലക്കുട പട്ടണത്തിൽ നിന്നുള്ളവരെ മാത്രമല്ല, ഈ പ്രദേശത്തു നിന്ന് ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ഈ കരോള് കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ സന്തോഷം പകരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ വില എന്ന് പറയുന്നത്. ഇത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവസരമാണ്. നിങ്ങൾ നക്ഷത്രങ്ങൾ തൂക്കാറില്ലേ? ക്രിസ്മസ് അലങ്കാരങ്ങൾ തൂക്കാറില്ലേ? അതെന്തിനു വേണ്ടിയിട്ടാ? വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ജനിച്ചപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞന്മാര് ക്രിസ്തുവിനെ തേടി വന്നപ്പോൾ അവരുടെ നാവിഗേഷനായിരുന്നു നക്ഷത്രം, അവരുടെ GPS ആയിരുന്നു നക്ഷത്രം. ഈ നക്ഷത്രം വന്നു നിന്ന് എവിടെയാ? ക്രിസ്തു ജനിച്ച പുൽക്കൂടിന് തൊട്ട് മുമ്പ് അവിടെ വന്ന് നിന്നപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളത്. നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ നക്ഷത്രങ്ങൾ തൂക്കാറില്ലേ? അലങ്കാരങ്ങൾ നടത്താറില്ലേ? അതിൻ്റെ അടയാളം എന്താ? നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, നമ്മുടെ വീട്ടിൽ ക്രിസ്തു ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ക്രിസ്തു നമ്മുടെ വീട്ടിലും നമ്മുടെ ഹൃദയത്തിലും ഉണ്ടെങ്കിൽ അവിടെ സമാധാനവും സന്തോഷവും ഉണ്ട്. ഈ സമാധാനവും സന്തോഷവും ജനതയ്ക്കുമുള്ള സന്തോഷത്തിൻ്റെ അടയാളമാണ്. അതെല്ലാ ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. ആ സന്തോഷം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയട്ടെ എന്ന് നേരുന്നു. ഈ കരോള് സംഘടിപ്പിച്ച കത്തീഡ്രൽ ഇടവഴിക്ക്, വികാരിച്ചന്, കൊച്ചന്മാർക്ക്, പ്രൊഫഷണൽ CLCക്ക്, ഇവിടെയുള്ള മറ്റ് ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട്, ക്രിസ്മസിന് ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹാപ്പി 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 മേരി ക്രിസ്മസ്. താങ്ക് യു വെരി മച്ച്. മേ ഗോഡ് ബ്ലെസ് യു. സ്നേഹം നിറഞ്ഞവരെ, 2025 ധനഹ തിരുനാളിന്റെ തീം സോങ് പ്രകാശനമാണ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത്. തീം സോങ് പ്രകാശനത്തിനായിട്ട് തിരുനാൾ ജനറൽ കൺവീനർ സെബി അഗ്രകാരനെയും ജോയിന്റ് കൺവീനർമാരായ പൗലോ താണശ്ശേരിക്കാരൻ, സാബു കൂനൻ, ട്രസ്റ്റിമാരായ അൽമണ്ടി, തിമോസ് പാറേക്കാടൻ, ബാബു പുത്തനങ്ങാടി. നമ്മൾ തിരുനാളിനോടനുബന്ധിച്ച് ഒരു തീം സോങ് റിലീസ് ചെയ്യുക പതിവുണ്ട്. അത് പല സംഘടനകളും അത് ചെയ്യുന്നതായിട്ട് കണ്ടു. പക്ഷെ ഔദ്യോഗികമായിട്ട് നാം ഇടവകയുടെ പേരിൽ ഇറക്കുന്ന തീം സോങ് അത് ഇവിടെ ഇപ്പോൾ അഭിമന്യ പിതാവ് അത് റിലീസ് ചെയ്യും. നമുക്ക് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കാം. ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പ്രത്യേകിച്ച് തിരുനാൾ കമ്മിറ്റിയാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ജനറൽ കൺവീനർ, ജോയിൻറ്റ് കൺവീനേഴ്സ് തുടങ്ങിയിട്ടുള്ള കമ്മിറ്റി കൺവീനേഴ്സാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുക. അവർക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നമുക്ക് അഭിമന്യ പിതാവ് ഇപ്പോൾ റിലീസ് ചെയ്യുന്ന ഈ തീം സോങ്. ഇപ്പോൾ അഭിമന്യ പിതാവ് വികാരിയച്ഛന് മാതൃക, ഇതിന്റെ തീം സോങ്ങിന്റെ CD-യുടെ ഒരു മാതൃക നൽകിക്കൊണ്ട് ഇതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. ഉടനെ തന്നെ ബാക്കിലുള്ള LED വാളിൽ ഇതിന്റെ വീഡിയോ പ്രകാശനം ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കേണ്ടതാണ്.
സ്ക്രീനിൽ തീം സോങ്ങിന്റെ പ്രകാശനം നടക്കുകയാണ്. വരവായ തിരുനാള് വിഴിവേറിയ തിരുനാള് ഈ നാടിൻ വിശ്വാസം നെഞ്ചേറ്റിയ തിരുനാള് താങ്ക് യു. ഏവർക്കും ജനുവരി 11, 12, 13 തീയതികൾ നടക്കുന്ന ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ധനഹാ തിരുനാളിലേക്ക് സ്വാഗതം കൂടി പറയുകയാണ് ഈ അവസരത്തിൽ. അടുത്തതായിട്ട് നമ്മുടെ ഈ പ്രൊഫഷണൽ സൂപ്പർ മെഗാ ഹൈടെക് ക്രിസ്തുമസ് കരോൾ മത്സര ഘോഷയാത്രയുടെ മുഖ്യ പ്രായോജകരായിരുന്ന JP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ JP ബിനോയെ
ഏറ്റവും സ്നേഹത്തോടു കൂടി കത്തീഡ്രൽ CLCക്ക് വേണ്ടി ആദരിക്കുന്ന ചടങ്ങിലേക്ക് ഏറ്റവും ആദരിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മാർ പോളി കണ്ണുകാടൻ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആദരവേറ്റുവാകുന്നതിനായിട്ട് JP ബിനോയ് അവരുകളെയും പ്രിയതമയെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പിതാവേ. അടുത്തതായിട്ട് 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് JP ബിനോയ് അവരുകളെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് വൈകിയ വേളയിലാണ് ഞാൻ അതെനിക്കറിയാം. എന്നിരുന്നാലും 2 വാക്ക് എനിക്ക് പറയണം. ഒന്ന്, ഒരു ഇരിഞ്ഞാലക്കുടക്കാരനായിട്ട് ജനിച്ചതിൽ വളരെയധികം അഭിമാനി. കാരണം ഒരുപാട് സ്ഥലത്ത് ഇന്ത്യയുടെ ഒരുമാതിരി എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പുറത്ത് ദുബായ്, ചൈന പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോഴും എവിടെയുള്ള ആളാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാലും അതിലുപരി ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനൊരു ഇരിഞ്ഞാലക്കുടക്കാരനാണെന്ന്. അതിലപ്പുറം ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട് വരുന്നത്. JP എന്നാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുക. ആ JPനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ബിനോയ് എന്നാണ്, ബിനോയ് സെബാസ്റ്റ്യൻ എന്നാണ്. എന്നിരുന്നാലും JP ബിനോയ് എന്ന് പറഞ്ഞാലാണ് എല്ലാവരും അറിയുള്ളൂ. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിലും മുന്നും ഇരിഞ്ഞാലക്കുടയിലെ പല പ്രഭ പരിപാടികളുടെയും പ്രായോജകരായിട്ട് അല്ലെങ്കിൽ മെയിൻ സ്പോൺസറായിട്ട് ഞാൻ പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്രയധികം ജനപങ്കാളിത്തമുള്ള ഒരു പരിപാടിയുടെ പ്രായോജകരായിട്ട് ആയത് ഇന്നാണ്. കാരണം ഇതൊരു ടീം വർക്കാണ്. കാരണം ഒരു ടീമിൻ്റെ അല്ല, ഒരുപാട് ടീമുകളുടെ ഇതിൽ പങ്കെടുത്ത 3-4 ടീമുകൾ ഇതിനെ സംഘടിപ്പിക്കാൻ നടന്ന ഇരിഞ്ഞാലക്കുട കത്തിരപ്പള്ളിയിലെ CLCയിലെ എല്ലാവരും, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഡേവിസ് ചേട്ടനും ബിനും. ഞാനിപ്പോൾ ഇരിഞ്ഞാലക്കുട ഒരു കട തുടങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ. ക്രോസ് ബസാർ റോഡിലാണ് നമ്മൾ കട തുടങ്ങിയിട്ടുള്ളത്. അത് ആലുക്ക പടക്കക്കടയുടെ ഓപ്പോസിറ്റാണ്. ഒരു ദിവസം ഞാൻ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ രണ്ടാളും എന്നെ വന്ന് കണ്ടത്. അപ്പോൾ ഞാൻ അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഒരു പൈസ ഇറക്കുമ്പോൾ നമുക്കത് നോക്കണം, അതൊരു ലാഭകരമായ ബിസിനസ്സാണോ. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം അതാണ്. പക്ഷേ ഇത്ര നാൾ പല പരിപാടിക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വൻ വിജയമായ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, അവർ രണ്ടാളും എനിക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല. കാരണം ഞാനാണ് ഇതിന് പൈസ മുടക്കി എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ ഈ പൈസ മുടക്കാനായിട്ട് എനിക്ക് കാശ് തന്നത് ഇരിഞ്ഞാലക്കുടക്കാരും ഇരിഞ്ഞാലക്കുടയുടെ പരിസരവാസികളുമാണ്. കാരണം എൻ്റെ ബിസിനസ്സിനെ ഇത്രയധികം വളർച്ചയിലേക്ക് വലുതാക്കിയത് ഇരിഞ്ഞാലക്കുടക്കാരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കടകളെല്ലാം പുല്ലൂരും കടുപ്പശ്ശേരിയാണ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അപ്പോൾ ഇരിഞ്ഞാലക്കുടക്കാരുടെ ആവശ്യം മാനിച്ച് ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ എൻ്റെ പുതിയൊരു കട വന്നിട്ടുണ്ട്. ക്രോസ് ബസാർ റോഡിലാണ്. ഞാൻ പറഞ്ഞു അവിടെ നിങ്ങൾക്ക് കിട്ടാവുന്ന സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ചെറിയൊരു പ്രൊമോഷൻ ഞാൻ കൊടുത്തേ പറ്റുള്ളൂ. അത് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ വീട് പണിയാൻ അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയാൻ ആവശ്യമായ ഏകദേശം 60-70% സാധനങ്ങൾ എൻ്റെ അടുത്ത് കിട്ടും. പെയിൻറ്റ്, പ്ലൈവുഡ്, പൈപ്പ്, ഷീറ്റ്, കമ്പി എന്നുള്ള സാധനങ്ങളെല്ലാം എൻ്റെ അവിടെ കിട്ടുന്നതാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഇത്രയും നിങ്ങളോട് പറയുന്നുള്ളൂ. എൻ്റെ അടുത്ത് മേടിക്കണം എന്ന് ഞാൻ നിർബന്ധം പറയില്ല. എൻ്റെ ഷോപ്പിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം, റേറ്റ് എടുക്കണം, ക്വാളിറ്റി നോക്കണം. അതിൽ നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ എൻ്റെ നിന്ന് മേടിക്കണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇരിഞ്ഞാലക്കുട മാർക്കറ്റ് പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പടക്കം മേടിക്കാനും ഇരുമ്പ് മേടിക്കാനും ഏറ്റവും കൂടുതൽ ഇരിഞ്ഞാലക്കുട പരിസരവാസികൾ ആശ്രയിച്ചിരുന്നത് ഇരിഞ്ഞാലക്കുട മാർക്കറ്റിനെയാണ്. ഇന്ന് ആ മാർക്കറ്റ് പടക്കത്തിന് ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. ഇരുമ്പിന് കുറച്ച് ആൾക്കാർ പുറത്തേക്ക് പോയി തുടങ്ങി. ഒരുപാട് കടകൾ പുറത്തു വന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇരിഞ്ഞാലക്കുട മാർക്കറ്റിനെ പഴയ ഒരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഇരിഞ്ഞാലക്കുട കച്ചവടം ചെയ്യുന്ന പരമ്പരാഗതമായി കച്ചവടം ചെയ്യുന്ന CV ഉണ്ട്, സൺറൈസ് ഉണ്ട്, നാഷണൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് കടക്കാരുണ്ട്. അപ്പം ഞാൻ എൻ്റെ നിന്ന് മാത്രം സാധനം മേടിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല.
ഞങ്ങളെ എല്ലാവരെയും, എല്ലാ കച്ചവടക്കാരെയും നിങ്ങൾ നോക്കണം. പുറത്തുനിന്ന് ഈ ഓൺലൈനിലും കാര്യങ്ങളെല്ലാം മേടിക്കുന്നത് കുറയ്ക്കണം. കാരണം ഇതേപോലെയുള്ള ഓരോ പ്രോഗ്രാമുകളും സ്പോൺസർ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും എന്തിനും ഞങ്ങളെ പോലെയുള്ള കച്ചവടക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എന്നും ലോകത്തിന്റെ തന്നെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ, സംസ്ഥാനത്തിന്റെ എല്ലാത്തിന്റെയും നിലനിൽപ്പ് വരുന്നത് വ്യാപാരികളുടെ അടുത്തു നിന്നാണ്. വ്യാപാരികളില്ലെങ്കിൽ ഒന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ വ്യാപാരികൾക്ക് നിങ്ങൾ എന്നും സപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജയ് വ്യാപാരി. താങ്ക് യു. താങ്ക് യു JP ബിനോയ്. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായിട്ട് വാർഡ് കൗൺസിലർ ശ്രീമതി ഫെനി എബിൻ വെള്ളാനിക്കാരൻ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അഭിയന്ത പിതാവേ, ലാസർകുട്ടിക്കാടൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരും, ഈ വൈകിയ വേളയിൽ ഒരുപാട് വാക്കുകൾക്ക് പ്രശസ്തിയില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. എങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് പേരെ കാണുമ്പോൾ രണ്ട് വാക്ക് പറയാണ്ട് പോണത് ശരിയല്ല. നമ്മളെല്ലാവരും ക്രിസ്മസ് ആകുമ്പോൾ ഇങ്ങനെ ഈ ഒരു കത്തീഡ്രൽ അങ്കണത്തിൽ ഒത്തുകൂടുമ്പോൾ നമ്മളെല്ലാവരും ഓരോ വർഷവും പ്രാർത്ഥിക്കുന്നത് അടുത്ത വർഷവും ഇതുപോലെ ഒത്തുകൂടാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ്. ഇവിടെ ഓരോ അമ്മച്ചിമാരെയും കാണുമ്പോൾ, ഇവരുടെയൊക്കെ ഒരു വൈബ് കാണുമ്പോൾ നമുക്ക് ആ ഒരു എനർജി, ഒരു പോസിറ്റീവ് തിങ്കിങ് നമുക്ക് എപ്പോഴും വരുന്നുണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിഞ്ഞാലക്കുടക്കാർ മാത്രമല്ല ഇവിടെ ഒത്തുകൂടുന്നത്. ഇതിന് ചുറ്റുപ്രദേശത്തുള്ള എല്ലാവരും ഒത്തുകൂടുമ്പോൾ, ഇവിടുന്ന് പിരിയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നത്, വീണ്ടും നമുക്ക് കണ്ടുമുട്ടണം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കൂടുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു പ്രാധാന്യം, അതിൻ്റെ മൂല്യം. എനിക്ക് പറയാനുള്ളത്, ഈ കൂടലുകൾ എന്നും അർത്ഥമുള്ളതാവണമെങ്കിൽ പലരും നമ്മളുടെ ഇടയിൽ പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ആ ഒരു ഫുൾ സ്റ്റോപ്പുകളെ നമ്മൾക്ക് ഒരു കോമയാക്കാൻ സാധിച്ചാൽ ഈ കൂടലുകൾക്ക് എന്നും ഒരു അർത്ഥമുണ്ട്, വർണ്ണമുണ്ട്, പ്രാധാന്യമുണ്ട്, പ്രതീക്ഷയുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, പല ജീവിതങ്ങളും നമ്മൾ ഈ സന്തോഷത്തിൽ കാണുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതങ്ങളൊക്കെ, ചിലവരുടെ ജീവിതമെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പിലേക്ക് പോവാറുണ്ട്. ആ ഫുൾ സ്റ്റോപ്പുകളെ നമുക്ക് കോമയാക്കാൻ സാധിക്കണം. നമ്മൾക്കെല്ലാവർക്കും വിചാരിച്ചാൽ പലരുടെ ജീവിതങ്ങളും കോമയിലാക്കാൻ നമ്മളെല്ലാവരും വിചാരിച്ചാൽ പെട്ടെന്ന് സാധിക്കും. പക്ഷെ കോമയിലാക്കാണ്ട് ജീവിതങ്ങൾക്ക് ഒരു കോമ കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ ഒരു കൂട്ടായ്മകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഇനിയും അടുത്ത കൊല്ലം ഇങ്ങനെ ഒരു ക്രിസ്മസ് രാവിനെ കൂടാൻ നമുക്ക് സാധിക്കട്ടെ, ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മകൾക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ കത്തീഡ്രൽ ഇടവക ട്രസ്റ്റി ശ്രീ തിമോസ് പാറേക്കാടൻ അവരുടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അഭിമന്യ പോളി പിതാവെ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, അമ്മമാരെ, മത്സരാർത്ഥികളെ, ഇരിഞ്ഞാലക്കുട ഇടവാംഗങ്ങളെ, ഇരിഞ്ഞാലക്കുട കത്തീഡ്രലിന് സ്വകാര്യ അഹങ്കാരങ്ങളായ രണ്ടാഘോഷങ്ങളുണ്ട്. ഒന്ന് ഈ ക്രിസ്മസ് കരോൾ ഘോഷയാത്രയും, രണ്ട് പിണ്ടിപ്പെരുന്നാളുമാണ്. ഈ ക്രിസ്മസ് കരോൾ ഘോഷയാത്ര ഇത്ര മനോഹരമായി CLC മെമ്പേഴ്സ് സംഘടിപ്പിച്ചതിൽ അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതിന് സാമ്പത്തിക സഹായം നൽകിയ KLF ഇൻഡസ്ട്രീസിനും പ്രത്യേകം അനുമോദനങ്ങൾ. അതുകൂടാതെ രണ്ടാമത്തെ അഹങ്കാരമായ പിണ്ടിപ്പെരുന്നാൾ അടുത്തിരിക്കുന്നു. 11, 12, 13 ഇത്തവണ പിണ്ടിപ്പെരുന്നാൾ നിങ്ങളെ അവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് കത്തീഡ്രലിൻ്റെ പേരിൽ. ഇത്തവണ കത്തീഡ്രലിൽ ആദ്യമായി ഇലക്ട്രോണിക് വെടിക്കെട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് ആസ്വദിക്കാൻ എല്ലാവരെയും, അടുത്തുള്ള എല്ലാ ഇടവക്കാരെയും പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അടുത്തതായിട്ട് ചെറിയൊരു സമ്മാനദാന ചടങ്ങാണ്. നമ്മുടെ ഇരിങ്ങാലക്കുട ഉപജില്ലാ കലോത്സവത്തിന് ലോഗോ നിർമ്മിച്ചത് നമ്മുടെ കത്തീഡ്രൽ ജൂനിയർ CLC അംഗമായ ശ്രീ ഷെബിൻ ഷോബിയാണ്. ഷെബിൻ ഷോബിക്ക് CLCയുടെ വക ഒരു ക്യാഷ് പ്രൈസ് നൽകുന്നതിനായിട്ട് പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ഉപജില്ലാ കലോത്സവത്തിലും ഏറ്റവും മികച്ച ലോഗോ നിർമ്മിച്ച് നൽകിയത് ഷെബിൻ ഷോബിയാണ്. ഈ വർഷവും ഏറ്റവും മികച്ച ലോഗോ നിർമ്മിച്ചത് ഷെബിനാണ്. ഷെബിന് CLCയുടെ വിവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അടുത്തതായിട്ട് വിധി നിർണയമാണ്. വിധി നിർണയത്തിനായിട്ട് പ്രിയപ്പെട്ട ജഡ്ജസിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് സംസാരിക്കുന്നതിനായിട്ട് എജിമിസിനെയാണ് ക്ഷണിക്കുന്നത്. എജിമിസ് നിങ്ങളോട് സംസാരിക്കുന്നു. ഇരിഞ്ഞാലക്കുട രൂപത
മെത്രാൻ മാർ പോളി കണ്ണുക്കാടൻ പിതാവേ, രൂപതയുടെ വികാർ ജനറൽ ഫാദർ വിൽസൺ ഈരത്തറ, സെൻറ് തോമസ് കത്തീഡ്രൽ ഇടവക വികാരി ഡോക്ടർ ഫാദർ നാസർ കുട്ടിക്കാടൻ, വേദിയിൽ ഉള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ, ഈ ക്രിസ്മസ് കരോൾ ഘോഷയാത്രയിൽ പങ്കെടുക്കാനെത്തിയ വിവിധ ടീം അംഗങ്ങളെ, ഇത് കാണാനെത്തി ഇവരെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരെയും, ഇത് സംഘടിപ്പിച്ച CNC സംഘടനയുടെ അംഗങ്ങളെയും എല്ലാവർക്കും എൻ്റെ ക്രിസ്മസിൻ്റെ ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. ഉണ്ണീശോയുടെ തിരുപ്പിറവയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സുകളിൽ സന്തോഷവും കുളിർമയും പകർന്നു നൽകിയ ഏതാനും നിമിഷങ്ങളിൽ കൂടിയാണ് നാം എല്ലാവരും കടന്നുപോയത്. ഇത് സാധ്യമാക്കിയത്, ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി വന്ന ടീം അംഗങ്ങളാണ്. അവർ ഒരുപാട് കാലമായി ഇതിനൊരുങ്ങുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇവരുടെ എനർജി നമ്മൾ കണ്ടതാണ്, ഇവരുടെ പാർട്ടിസിപ്പേഷൻ നമ്മൾ കണ്ടതാണ്, ഇവരുടെ കോസ്റ്റ്യൂംസ്, ഇവരുടെ എല്ലാം പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. ഇവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഇരിഞ്ഞാലക്കുട നഗരവേദിയിൽ ക്രിസ്മസ് മനോഹരമാക്കിയ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എങ്കിലും ഇതൊരു മത്സരമായിരുന്നു. മത്സരത്തിന് വിജയികളെ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ഈ CNC സംഘടന ഭാരവാഹികൾ ഇവരുടെ ടീം മെമ്പേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങളും ഏതൊക്കെ പോയിന്റ്സ് ആണ് കവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. ആ നിർദ്ദേശങ്ങളും ആ ക്രൈറ്റീരിയയും ഞങ്ങൾക്കും കൈമാറിയിരുന്നു. ഇതിനെ ബേസ് ചെയ്താണ് ഞങ്ങൾ 3 ജഡ്ജസ് ഇത് വിലയിരുത്തിയത്. 4 ടീമിലെ പാർട്ടിസിപ്പൻസും വളരെ നല്ല എനർജിയോട് കൂടിയാണ് പെർഫോം ചെയ്തത്. നല്ല ഡിസ്പ്ലേ ആയിരുന്നു, നല്ല കോസ്റ്റ്യൂംസ് ആയിരുന്നു, നല്ല ടാബ്ലോ ആയിരുന്നു. ടൗൺ ഹാൾ മുതൽ സെൻറ് തോമസ് കത്തീഡ്രൽ പള്ളി അങ്കണം വരെ മാലാഖമാര്, ക്രിസ്മസ് പപ്പകള്, വിവിധ പൂജ്യരാജാക്കന്മാര്, ഒരുപാട് ബൈബിൾ കഥാപാത്രങ്ങൾ ഒഴുകി ഇറങ്ങിയ മണിക്കൂറുകളായിരുന്നു. നമുക്കെല്ലാവർക്കും ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു, ആത്മീയ നിറവ് പകർന്നു തന്നു. ഇത് സാധ്യമാക്കിയ എല്ലാവരോടും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനി മത്സരത്തിന് ഒരു വിജയം ഉണ്ടാകണം. മത്സരത്തിന് പങ്കെടുത്തവർ എല്ലാവരും പെർഫോം ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് തന്നില്ല എന്ന ചോദ്യത്തിന് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പോയിന്റ്സ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും മോശമല്ല, അതിലൊരാൾ ഫസ്റ്റ് ആകുന്നു, സെക്കൻഡ് ആകുന്നു, തേർഡ് ആകുന്നു. ഒരു ബെസ്റ്റ് ടാബ്ലോവും ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇത് അനൗൺസ് ചെയ്യുന്നതിനായിട്ട് ഫാദർ സെബാസ്റ്റ്യനെ ഞാൻ വിളിക്കുകയാണ്. അടുത്തതായിട്ട് അനൗൺസ് ചെയ്യുന്നതിനായിട്ട് ജഡ്ജ് ഫാദർ സെബാസ്റ്റ്യൻ പാലത്തിങ്കൽ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം നൽകുന്നതിനായിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാർ പോളി കണ്ണുകാടൻ പിതാവ് അച്ഛൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ഒരുപാട് നേരത്തെ കാത്തിരിപ്പും എനിക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യത്തിനൊക്കെ അവസാനം എന്ന വണ്ണം ഈ റിസൾട്ട് പറയാനായിട്ട് അവസരം ലഭിച്ചാൽ സന്തോഷിക്കുന്നു. 3ാമത്തെ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 5. ചെസ് നമ്പർ 5 മൂന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്, മൂന്നാം സമ്മാനം 44,444 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും സംഭാവന ചെയ്തിരിക്കുന്നത് KP ചീക്കു ആൻഡ് വർഗീസ് കോട്ടോളി, ഇരിങ്ങാലക്കുട. വെള്ളാങ്കല്ലൂർ ടീം, വെള്ളാങ്കല്ലൂർ. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായിട്ട് വികാരിയച്ഛനെയും ടീം മാനേജേഴ്സിനെയും അംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും ലഭിച്ചിരിക്കുന്നത് വെള്ളാങ്കല്ലൂർ സർ. എല്ലാ ടീം അംഗങ്ങൾക്കും കത്തീഡ്രൽ CLCയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.
കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ 2. രണ്ടാം സമ്മാനം 55,555 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും ലഭിച്ചിരിക്കുന്നത് കൊമ്പത്തുകടവ് ചർച്ച്. വികാരിയച്ഛനെയും ടീം മാനേജേഴ്സിനെയും അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 55,555 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും ലഭിച്ചിരിക്കുന്നത് കൊമ്പത്തുകടവ് പള്ളി. ഫെബിനച്ചനെ സ്നേഹത്തോടുകൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഫെബിനച്ചൻ ഫെബിനച്ചൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ടീം കൊമ്പത്തുകടവിന് കത്തികടവൻ CLC-യുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായിട്ട് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന 1ാം സ്ഥാനമാണ് അറിയിക്കുന്നത്. അതിനു മുൻപായിട്ട് ബെസ്റ്റ് ടാബ്ലോ ചെസ് നമ്പർ 2. കൊമ്പത്തുകടവ് വീണ്ടും ഏറ്റവും വലിയ ടാബ്ലോക്കുള്ള സമ്മാനവും ടീം കൊമ്പത്തുകടവ് നേടിയിരിക്കുകയാണ്. ഏറ്റവും നല്ല ടാബ്ലോക്കുള്ള 11,111 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും സംഭാവന ചെയ്തിരിക്കുന്ന ഇരിങ്ങാലക്കുട റിയൽ എസ്റ്റേറ്റ്. ടീം കൊമ്പത്തുകടവ്. അടുത്തായിട്ട് 1ാം സമ്മാനം. കാത്തിരുന്ന 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുക ചെസ് നമ്പർ 3. ചെസ് നമ്പർ 3 പരിയാരം ഇടവക. വിൽസറച്ചനെയും മാനേജർമാരെയും ടീം അംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൈക്കാരന്മാര്, കേന്ദ്ര സമിതി പ്രസിഡന്റ്, മതബോധന ഹെഡ് മാസ്റ്റർ തുടങ്ങിയ ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും, യുവജന സംഘടനയുടെ പ്രസിഡന്റുമാരെ, എല്ലാ ലീഡേഴ്സിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വിൽസണച്ചനെ ഏറ്റവും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിൽസൺ കൂടനച്ചൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് എത്തിച്ചേരാം.